പഠിച്ചിട്ട് വേണം ബാക്കി ഇത് രണ്ടും പഠിക്കാൻ. കാരണം ഇത് രണ്ടും പഠിച്ചത് പഠിക്കാത്ത ചങ്ങായി എക്സാമിന് പൊട്ടും. ഈ പ്രാവശ്യം കാണുന്ന എക്സാമിന് ചിലപ്പോ മാറി ഇതെല്ലാവരും നമ്മളെ ഒരു സീൻ മാനായിട്ട് നമ്മളെ പഠിച്ചത് നിർമ്മ എങ്ങനെയാ മനസ്സിലാവുക. ഫസ്റ്റ് പാസ് ചെയ്താ സെക്കൻഡ് നിങ്ങളൊക്കെ പഠിക്കുന്നതാണ് പഠിച്ചാണ്. ഞാൻ ഇനി ഫസ്റ്റ് പാസ്സായിട്ടാണ് എനിക്ക് പഠിക്കാൻ കഴിയാത്തതൊക്കെ തോന്നി. ഫസ്റ്റിന്റെ മുഴുവൻ 3 സബ്ജക്റ്റും പാസ്സായ ഒരാൾ എന്നുള്ള നിലയിൽ ചോദിക്കാം. വലിയ അച്ചീവ്മെന്റ്. ഹായ് ഹലോ, മൈസെൽഫ് ഡോക്ടർ ഉമർ ഫാരിസ് ഫ്രം ടീം ഫോവിയ. മൈസെൽഫ് ഡോക്ടർ ഹാസിം. അപ്പം ഇപ്പോൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സസ് ഒക്കെ കേരളത്തിലെ പല മെഡിക്കൽ കോളേജിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പം ഓൺഗോയിങ് തേർഡ് അലോട്ട്മെൻറ്റിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കോളേജ് ഫൈനലൈസ് ചെയ്തിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പം ക്ലാസ് തുടങ്ങിയ കോളേജിൽ നിന്നൊക്കെ കുട്ടികളുടെ റിവ്യൂ എടുക്കുന്ന സമയത്ത് കുട്ടികൾ കുറച്ച് ടെൻസ്ഡ് ആണ് എന്നുള്ളതാണ്. പല കുട്ടികളും എങ്ങനെയാണ് ഫസ്റ്റ് ഇയർ റൺ ചെയ്യേണ്ടത് എന്നുള്ളത്, കുട്ടികൾക്ക് അത് എങ്ങനെയായിരിക്കും ഇത് ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പം ഇന്നലെ കൂടി ഒരു കോൾ വന്നിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഒരു കുട്ടിയാണ്. ഭയങ്കര ടെൻസ്ഡ് ആണ് ആള്. ഫോവിയനെ കുറിച്ച് ചോദിക്കാനാണ് വിളിച്ചത്. പക്ഷെ അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലായി ദേ ആർ സ്ട്രെസ്ഡ്. പണ്ട് കണ്ട പോലെ അല്ല ഫസ്റ്റ് ഇയർ എന്നുള്ള ഒരു എന്താ പഠിക്കേണ്ടത് എങ്ങനെയാന്നുള്ളതിന്റെ ഒരു ഐഡിയ ഇല്ല. നല്ലോണം ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ +1 +2 കുറച്ചുകൂടി ഭയങ്കര ഡയറക്റ്റ് സ്പൂൺ ഫീഡിങ് എന്തോ ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഫുൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഒരു കറക്റ്റ് ഇതാണ് പഠിക്കേണ്ടത് ഇതെന്ന് മാത്രം ആ രീതിയിൽ നിന്ന് റാപ്പിഡ് ട്രാൻസിഷൻ ആണല്ലോ. ഭയങ്കര പ്രയാസമുണ്ട്. ലൈക്ക് കുട്ടികള് ഞാൻ എഞ്ചിനീയറിംഗിന് ഒരു കുട്ടി വിളിച്ച ഓർമ്മയില്ല, ഞാൻ എഞ്ചിനീയറിംഗിന് പോയാൽ മതിയെന്ന് ചേട്ടാ എനിക്കിത് വേണ്ടാന്ന് നടക്കും. അത് തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ലാംഗ്വേജിന്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഭയങ്കര വിളിച്ച് കരയുന്നവരൊക്കെ ഉണ്ട്. സാധാരണ ഈ കരച്ചിലൊക്കെ നമ്മളൊരു ഫൈനൽ ആവറേജ് ആ സമയത്താണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം സ്റ്റാർട്ടിങ് തന്നെ കുട്ടികൾ കരയുന്ന ഒരു രീതിയിലാണ്. കാരണം ഇവിടെ സ്പൂൺ ഫീഡ്, കാരണം നിങ്ങൾക്ക് +1 +2 എൻട്രൻസ് ഓറിയന്റഡ് സമയത്ത് ഭയങ്കര കറക്റ്റ് സ്പൂൺ ഫീഡ് കറക്റ്റ് ഡയറക്റ്റ് ഇതായിരിക്കും. ഈ ക്വസ്റ്റ്യന് ഇത് പഠിക്കുക. ഇവിടെ കംപ്ലീറ്റ് അത് മാറി. ആ ഒരു ട്രാൻസിഷൻ ഭയങ്കര അഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 1 month എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത് ഒരുപാട് കുട്ടി കൺസേൺ ആവേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇത് നോർമൽ ആണോ? ആക്ച്വലി നോർമലാണ്. പക്ഷെ ആ നോർമൽ ആണ് എന്നുള്ളത് ഇവർക്കും മനസ്സിലാവുന്നില്ല. ലൈക് പാരന്റ്സിന് ഇപ്പം നമ്മളൊക്കെ ഫസ്റ്റ് ജനറേഷൻ ഡോക്ടേഴ്സ്, അപ്പൊ നമുക്ക് ആർക്കും അറിയേണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ട്രൂത്ത് അവർക്ക് മനസ്സിലാവണം. ലൈക്ക് ദിസ് കോഴ്സ് തുടക്കത്തിൽ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ കുറച്ച് അതിന്റെ രീതിയിൽ നമ്മൾ തന്നെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കുക. ഹാവ് പേഷ്യൻസ്. പതിയെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് നമ്മൾ ഈ കോഴ്സിലേക്ക് നമ്മൾ ആ സ്മൂത്ത്നെസ്സിലേക്ക് എത്തും. നമ്മൾ അപ്പോൾ കുറെ പഠിക്കാനുണ്ട് എന്നുള്ളത് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ. ഇന്നലെ പറഞ്ഞൊരു കംപ്ലൈന്റ് ആയിരുന്നു. കുറെ ബുക്കുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് സമയം കിട്ടുന്നില്ല, എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ആകെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. കുറെ വലിയ ടെക്സ്റ്റ് ബുക്കാണ്, ഇത് എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പം പിന്നാണെങ്കിൽ ഭയങ്കര വേഗത്തിൽ ഫാക്കൽറ്റീസ് എന്തൊക്കെയോ എടുത്തു പോകുന്നു. പേടിയാവുന്നതൊന്നും ഫുൾ നോട്ട് ഞാൻ എഴുതിയെടുത്തിട്ടില്ല, എഴുതിയത് മനസ്സിലാവുന്നില്ല, സ്ലൈഡ് കാണിക്കുന്നില്ല. കുഞ്ഞു കുട്ടികളെ പോലെ സ്ലൈഡ് കാണിക്കുന്നില്ല, എഴുതാൻ സമയം കിട്ടുന്നില്ല, ഇത് ബുക്കിൽ എവിടാന്ന് എനിക്ക് അറിയില്ല, സാർ എടുക്കാത്ത സാധനം ബുക്കിലുണ്ട്. അങ്ങനെയൊക്കെ കുറെ കംപ്ലൈന്റ് ഇപ്പോഴെ കേൾക്കുന്നുണ്ട് നമ്മള്. അപ്പൊ ഈ ഇങ്ങനെ സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യം ശരിക്കും ഇല്ല. കാരണം മനസ്സിലാക്കുക നമ്മൾ അഡൽട്ട്ഹുഡ് ആണ്, കോളേജിലേക്ക് കയറി MBBS എന്ന് പറയുന്നത് തന്നെ ഒരു വാസ്റ്റ് ആണ്. അപ്പൊ അവിടെ ദർ വിൽ ബി സ്ട്രഗിൾ, എസ്പെഷ്യലി ഇനീഷ്യൽ ഡേയ്സ്. ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജിന്റെ ഡിഫിക്കൽട്ടി ഉണ്ടാവും. മേ ബി ബാച്ചിൽ ആകെ മലയാളി നിങ്ങളായിരിക്കും. ബട്ട് ഗീവ് ടൈം, നമ്മൾ പതിയെ അത് റെഡി ആയി വരും. അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞങ്ങൾ. കാരണം ഇവന്റെ ഞങ്ങളിപ്പം കോഴിക്കോട് പഠിച്ചതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് പോലും സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു പ്രശ്നമായിരുന്നു. ഞാൻ ഉമ്മറും ഡേ സ്കോളറാണ്, വീട്ടിൽ നിന്നാണ് വരുന്നത്. ഹോസ്റ്റലിൽ കുറെ സമയം കളിക്കാൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നു തുടക്കത്തിൽ എന്താ നടക്കുന്നത്. ഒരു ഐഡിയ ഇല്ലാത്ത സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾ അത്രയും സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല ഇവര്. അപ്പൊ നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ ഫുള്ള് വായിക്കുന്ന ഒരു പരിപാടി ആണല്ലോ. അപ്പൊ ലൈൻ ബൈ ലൈൻ മറ്റേ സെൽ ഫിസിയോളജി ഒക്കെ ആയിരിക്കും തുടങ്ങുക. അതിലാ സയന്റിസ്റ്റിന്റെ പേര് NCERT പഠിക്കുന്ന മൂഡിലങ്ങോട്ട് വരും. നോബൽ പ്രൈസ് എന്നാ കിട്ടിയത് അതൊക്കെ കാണാപ്പാടം പഠിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഇപ്പം മൈറ്റോകോൺഡ്രിയനെ കുറിച്ച് നിങ്ങൾ കുറെ പഠിക്കാൻ പോയാല് തീരില്ല. പഠിക്കാനാണെങ്കിൽ കുറെ ഉണ്ട്, അതൊന്നും അല്ലല്ലോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ജനറൽ ഫിസിയോളജി, അപ്പൊ അങ്ങനത്തെ ടോപ്പിക്കിലായിരിക്കും. ജനറൽ അനാട്ടമി ഒരു ബുക്ക് തന്നെ ഉണ്ടല്ലോ, നമ്മൾ വായിച്ചിരിക്കണം. ഇല്ല, നമ്മൾ ബുക്ക് വാങ്ങിയിട്ടില്ല. ഇപ്പൊ കുറെ പേര് ചോദിക്കുന്നത് ചേട്ടാ വിശ്രാമിന്റെ ജനറൽ അനാട്ടമി വേണോ BDCയുടെ ജനറൽ അനാട്ടമി വേണോ? അതൊന്നും അല്ല അവിടെ ക്വസ്റ്റ്യൻ. ജനറൽ അനാട്ടമിന് ആകെ പോയ ഗ്രോസിൽ ഒരു 8ന്റെ താഴെ മാർക്ക് ചോദിച്ച്. കാരണം നിങ്ങൾക്ക് റിയാലിറ്റി എന്താ നിങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അവിടെയാണ് നമ്മുടെ മെയിൻ ഫീച്ചറാണ്. ലൈക്ക് വാട്ട് ടു റീഡ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എന്ത് ടോപ്പിക് പഠിക്കുന്നതിന് മുമ്പ്
ഇപ്പം വാട്ടർ റീഡ് അറിയണം, അതിന്റെ മെറ്റീരിയൽ ആണ് നമ്മൾ ഫോവിയെന്ന്. നമ്മള് ഫോവിയയുടെ ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ 3rd ബാച്ച് November 5th സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇതുവരെയുള്ള 2nd ബാച്ച് വരെയുള്ള കുട്ടികൾക്ക് ഫോവിയയുടെ ഒരു ഏർലി ബേർഡ് ഓഫർ എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇൻക്ലൂഡ് ചെയ്തൊരു മെറ്റീരിയൽ ആണ് ഈ വാട്ട് റീഡ് എന്ന് പറയുന്ന ടോപ്പിക് ബുക്ക്. അപ്പം അത് കുറച്ച് എമൗണ്ടിന്റെ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് ഇനി കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ചെറിയൊരു പ്രൈസിന്, അതിന്റെ ഒരു പ്രിന്റിംഗ് കോസ്റ്റ് ഉണ്ടാകുള്ളൂ. ചെറിയൊരു പ്രൈസിന് നിങ്ങൾക്ക് ഫുൾ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രിയുടെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ ഏതാണ് ഇമ്പോർട്ടന്റ്, അതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലേ. അത് ആസിം ഡിസൈൻ ചെയ്തൊരു മെറ്റീരിയൽ ആണ്. നമ്മളൊരു അക്കാഡമിക് ടീം ഇരുന്ന് ഭയങ്കര ഫോവിയുടെ അക്കാഡമിക് ടീം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ടോപ്പ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല, കാരണം ടോപ്പ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 75% എബോവ് മാർക്ക് വാങ്ങി ആ ടീമിന് മാത്രം പിടിച്ച് നമ്മൾ നടത്തുന്നതാണ്. ഞാനാണ് ഹെഡ് ചെയ്യുന്നത്. ബട്ട് ഞങ്ങൾക്കറിയാം കുട്ടികളൊക്കെ അത്രയും ടോപ്പ് കുട്ടികളാണ്. അപ്പം കാരണം അവർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് എല്ലാം പഠിക്കുന്ന അവർക്ക് അറിയാം, ഏറ്റവും കൂടുതൽ അവർക്ക് തന്നെ അറിയാം ഇതാണ് ചോദിക്കുക, ഈ സാധനം ചോദിക്കാറില്ല. അവർ പോലും സെലക്റ്റീവ് ആയിട്ടാണ് വായിക്കുക. അപ്പൊ ആ ലിസ്റ്റാണ് ഞങ്ങൾ പിന്നെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജും സൗത്ത് ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജസും നോക്കി ഞങ്ങളായിട്ടുള്ള ക്യൂ ബാങ്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആദ്യം വായിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ കോളേജിൽ കയറിയപ്പോഴും ഓർമ്മയില്ല, മറ്റേ ഫാക്കൽറ്റീസ് പറഞ്ഞ സീനിയറിനോട് ചോദിക്കരുത് എന്ത് പഠിക്കണം എന്ന്, അവരാകെ സെലക്ട് ചെയ്ത് തരുന്നു. ബട്ട് അതിലൊരു വേറെ ആസ്പെക്റ്റും ഇല്ലേ, കാരണം നമ്മൾ സെലക്ട് വീണ്ടും എല്ലാ റീലും പറയുന്നത് 1 ജോയിന്റ് 2 ജോയിന്റ് 3 ജോയിന്റ്, ഇത് പഠിച്ചിട്ട് വേണം ബാക്കി രണ്ടും പഠിക്കാൻ. കാരണം ഇത് രണ്ടും പഠിച്ചത് പഠിക്കാത്ത ചങ്ങായി എക്സാമിന് പൊട്ടും, കാരണം ഷോൾഡറിലല്ലേ ചോദിക്കുള്ളൂ. ഈ പ്രാവശ്യത്തെ കാണുന്ന എക്സാമിന് ചിലപ്പോ മാറി എല്ലാ റീലുണ്ട് ഫോവിയൊക്കെ പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് എൽബോയും അതാണ് ഞങ്ങൾ 3 വായിച്ചു. പക്ഷെ ഇതായിട്ട് ആദ്യം വായിക്കുന്നത് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. കാരണം നമുക്ക് ക്ലിനിക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്ലിനിക്കില് ഇപ്പൊ ഓർത്തോ പഠിക്കുന്നത്, ഓർത്തോയില് ഇപ്പൊ അപ്പർ ലിംബ് റിലേറ്റഡ് ആയിട്ടുള്ളത് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുക ഷോൾഡർ ജോയിന്റ് ആണ്. ഷോൾഡർ ഡിസ്ലൊക്കേഷന്, ഹ്യൂമറസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രാക്ചേഴ്സ്, അതെ, ഓരോ സാധനങ്ങളെ പഠിക്കുക. അപ്പൊ ഷോൾഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോമൺ കേസസുകൾ വരെ ഷോൾഡറിലാണ്. അപ്പൊ ഷോൾഡർ ജോയിന്റിന്റെ അനാറ്റമി അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഏതാണ് ആദ്യം പഠിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏതാണ്, അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫോവിയയുടെ വാട്ട് റീഡ് എന്നുള്ളത്. അപ്പൊ ഓറിയന്റേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് ഒന്ന് കോൺഫിഡന്റ് ആകാൻ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ വെറുതെ വായിച്ച് സമയം കളയേണ്ടാത്ത കുറെ ടോപ്പിക് ഉണ്ട്. ഇപ്പം ജനറൽ ഫിസിയോളജിയിൽ ഇപ്പം സിമ്പിൾ ജനറൽ ബയോകെമിസ്ട്രിയിൽ ആകെ ചോദിക്കുന്ന സാധാരണ മാർക്കേഴ്സ് ഓഫ് സെൽ ഓർഗനല്ല, അത് മാത്രമേ സാധാരണ MCQൽ വരുള്ളൂ. ബാക്കി ടോപ്പിക്കൊന്നും അത്ര ആവശ്യം. പിന്നെ ഡോണാൻസ് ഇക്വലിബ്രിയം ചിലപ്പം ചോദിച്ചാലേ ആ 2 ടോപ്പിക്കിന്റെ വീഡിയോ ആണ് ഫോവിയിൽ ഉണ്ടാവുക. കാരണം കുട്ടികൾക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അതിന്റെ വീഡിയോസ് ഫോവിയിൽ ഉണ്ടാവും. അപ്പൊ വായിക്കുന്ന സമയത്തും ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഇപ്പം ഫോവി എടുക്കാത്തൊരു കുട്ടിയാണെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ അത് വായിക്കുമ്പോൾ എന്ത് വായിക്കണം എന്നുള്ളതൊന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവർക്ക് അവരെ കോളേജിലെ സീനിയേഴ്സിനോട് കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. പിന്നെ എല്ലാവരും ഉള്ളൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഇതിപ്പം വായിച്ചു തുടങ്ങുന്ന സമയത്ത്. ഇന്നലെ ഇപ്പൊ ആ കുട്ടി സെല്ലിൽ ചാപ്റ്റർ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ പഠിച്ചു, മൈറ്റോകോൺഡ്രിയനെ കുറിച്ചൊക്കെ നല്ല പഠിച്ചിട്ട്, മൈറ്റോകോൺഡ്രിയൻ, ഇന്നർ മെമ്പറൈൻ, ഔട്ടർ മെമ്പറൈൻ, മക്കൾ അതിങ്ങനെ നമ്മളിങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു വരിക. നമ്മളൊന്നും ആ ചാപ്റ്ററിനെ കണ്ടിട്ടില്ല സമയത്ത്. അങ്ങനെയാണ് അതൊക്കെ ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. പക്ഷെ ഒരു എല്ലാം കൂടി ആയാലും തീരൂല, വാസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ഒരാഴ്ചന്റെ ഒരു ഏനപ്പേൾ ഏതൊരു കുട്ടി വിളിച്ചു ചോദിച്ചത്, സീനിയർ ഇങ്ങനെ എനിക്ക് ലിസ്റ്റ് ഇട്ട് തന്നു. അപ്പോൾ ആ കുട്ടിയുടെ സംശയം, സീനിയർ ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് തന്നു. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റായി പഠിച്ചാലേ സെക്കൻഡ് ഇയർ അടിപൊളിയാവുള്ളൂ. അപ്പൊ ഞാൻ ലിസ്റ്റ് ഫോളോ ചെയ്യണോ അതോ ഞാൻ എല്ലാം വായിക്കണോന്ന്? സെക്കൻഡ് ഇയറില് എൻറ്റയർലി ഡിഫറെന്റ് ട്രാൻസിഷൻ. ഇപ്പൊ നിങ്ങള് +2 കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിലേക്ക് കയറുന്ന ഇതുപോലെ ഡിഫിക്കൽട്ടാണ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് കയറുന്ന ട്രാൻസിഷൻ. അതിന്റെ സബ്ജക്റ്റുകൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഐഡിയ വേണം. ഫിസിയോളജിയിലൊക്കെ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ പത്തോളജിക്ക് കുറച്ചുകൂടി എളുപ്പമാവും. എന്നാലും സെക്കൻഡ് ഇയർ കുറച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കണം. ഫസ്റ്റ് ഇയർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല, ബട്ട് അവിടെ ഈ വാട്ടർ റീഡ് അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ഇമ്പോർട്ടൻസ് ഉണ്ട്. സമയം കുറവാണ്. ഇവരെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഫസ്റ്റ് ആവറേജ് ആയിട്ടുണ്ടാവും. അവിടെയാണ് സംഭവം. നമ്മൾ കുറെ വട്ടം വായിക്കൂലേ, ഇങ്ങനെ വായിച്ചോളൂ. പക്ഷെ മെയിൻ അപ്പം അതാലോചിക്കുക. ഇനി ഇവർക്കുള്ള ഭയങ്കര കൺഫ്യൂഷൻ, എക്സാം ഇപ്പൊ അടുത്ത് വരുമല്ലോ. ഇപ്പം കേരളത്തിൽ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്, ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു വിത്തിൻ 1.5 month അല്ലെങ്കിൽ 2 month അവർക്ക് ഫസ്റ്റ് ഇന്റേണൽ എക്സാം. അതിന് മുമ്പേ അവർക്ക് കുറച്ച് ഷോർട്ട് എക്സാം. ഈ ഫസ്റ്റ് ഇന്റേണൽ എക്സാമിനെ കുറിച്ച് എന്താ അഭിപ്രായം? തോക്കുവോ ജയിക്കുവോ? ഫസ്റ്റ് ഇന്റേണൽ ലൈക്ക് തോക്കുകയും ചെയ്യാം, ജയിക്കുകയും ചെയ്യാം. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തോൽക്കുന്ന ഒരു എക്സാം ഫസ്റ്റ് ഇന്റേണൽ. പക്ഷെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ ഉള്ളൊരു പോസിബിലിറ്റി ഉള്ള എക്സാം ഫസ്റ്റ് ഇന്റേണൽ. നമ്മൾ ആ ആസ്പെക്ട് ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാവുന്ന ഡൗട്ട് എന്താ പറയുക, ഇപ്പം ഈ ഫസ്റ്റ് ഇന്റേണലിൽ മാർക്ക് കുറഞ്ഞു പോയി,
അപ്പൊ യൂണിവേഴ്സിറ്റി നമ്മളതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റുമോ? ഇല്ല, കാരണം യൂണിവേഴ്സിറ്റിക്ക് ഇപ്പൊ ഇന്റേണൽ എടുക്കുന്നില്ല. ബട്ട് ഇന്റേണൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഓരോ ഷോർട്ട് എക്സാം, SGD, ഷോർട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ, മറ്റേ ഫസ്റ്റ് ആവറേജ്, സെക്കൻഡ്, ഫൈനൽ ആവറേജ് എല്ലാത്തിന്റെ മാർക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കട്ട് ഓഫ് കടന്നാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എഴുതാം. ബട്ട് യൂണിവേഴ്സിറ്റിയുടെ മാർക്ക് ലിസ്റ്റിലേക്ക് ഇന്റേണൽ വരൂല എന്ന് മാത്രം. മാർക്ക് ലിസ്റ്റിലേക്ക് വരില്ല, പക്ഷെ എഴുതിക്കണോ വേണ്ടെന്ന് ഒരു തീരുമാനിക്കില്ല. ഇന്റേണൽ മാർക്ക് ഉണ്ടെങ്കിൽ അവർ എഴുതിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കും. കാരണം നമുക്കിപ്പോ പല കുട്ടികളും ആ സമയത്ത് ഓർമ്മയില്ലേ, നമ്മളെ ലാസ്റ്റ് സൂപ്പർ 30 സമയത്ത് കുട്ടികൾക്ക് പഠിക്കണോ പഠിക്കണ്ടെന്ന് അറിയില്ല. കാരണം കാരണം അങ്ങനെ ഒരു 10 ദിവസം പോയി കിട്ടും. എന്നിട്ട് അവസാന ഡിപ്പാർട്ട്മെന്റ് ഫീസ് അടിക്കുന്ന തലേന്ന് പറയാൻ വേണ്ടി നീ എഴുതിക്കോ 10 ദിവസം പോയിട്ട്, അത്രയും 10 ദിവസം ടെൻഷനൊക്കെ ആയിട്ട്. അതൊന്നും ലൈക്ക് അതിനേക്കാളും സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് ഇയർ പാസ് ആവുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഫസ്റ്റ് ഇന്റേണല് അപ്പം പേടിക്കണ്ടെന്നാ പറയുന്നത്, പക്ഷെ പഠിക്കണോ കുട്ടി? അല്ല, എന്റെ ആസ്പെക്ടില് കുറച്ചുകൂടി എളുപ്പത്തിൽ, കാരണം ഫസ്റ്റ് ഇന്റേണൽ ഒരു പാസ് കുറച്ച് ടോപ്പിക്കുകൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ സെക്കൻഡ് ഇന്റേണലും കൂടി ഫസ്റ്റ് ഞാൻ പാസ് ആയാൽ സെക്കൻഡ് പാസ് ആയ തോറ്റ മോശമാണ്, എന്റെ ഗ്രാഫ് കുറച്ച് മേലോട്ട് പോകുന്ന രീതിയിൽ സെക്കൻഡ് കുറച്ചുകൂടി ആ ഫോക്കസ് കൊടുത്ത് പഠിക്കും. ഞാൻ ഫസ്റ്റ് പാസ് ആയതാ. സെക്കൻഡ് നിങ്ങളൊക്കെ പഠിക്കുന്നതാണ് പഠിച്ചാണ്, ഞാൻ ഇനി ഫസ്റ്റ് പാസ് ആയതാണ് എനിക്ക് പഠിക്കാൻ കഴിയാത്തതൊക്കെ തോന്നിയിട്ടു. പക്ഷെ ഞാൻ എനിക്കുണ്ടായിരുന്നു ഫസ്റ്റ് ഇന്റർവ്യൂ പാസ് ആയത് സെക്കൻഡ് പാസ് ആവരുത്, അല്ലെങ്കിൽ വാപ്പനെ ഓടിക്കുന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് സെക്കൻഡ് കുറച്ചുകൂടി ഫോക്കസ് എടുത്തോണ്ട് സെക്കൻഡ് പാസ് ആയി. അപ്പൊ ഈ ഫസ്റ്റ് ഇന്റേണൽ മുഴുവൻ 3 സബ്ജക്റ്റും പാസ്സായ ഒരാൾ എന്നുള്ള നിലയിൽ ചോദിക്കാം, വലിയ അച്ചീവ്മെന്റ്. പല കോളേജിലും ആൾക്കാർക്ക് വലിയ വലിയ ഡോക്ടർമാർക്ക് പോലും കഴിയാത്ത നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ കാണാറുണ്ട്. വലിയ PG ഒക്കെ കഴിഞ്ഞിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, അവര് പോലും ഫസ്റ്റ് ഇന്റേണൽ എക്സാം പാസ്സായിട്ടില്ല. അപ്പൊ അത് പാസ്സായ ഒരു വ്യക്തിയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു ഫസ്റ്റ് ഇന്റേണലിന് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലിറ്ററലി പറയുകയാണെങ്കിൽ ഹോസ്റ്റലിൽ എന്താ നടക്കുന്നത് എനിക്കറിയില്ല. ഞാൻ വീട്ടിലായിരുന്നു, ഞാനും വീട്ടിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ കാണുന്നതിന്റെ വാപ്പയും ഉമ്മയും സംഭവം ഇവരിപ്പോ പ്ലസ് 2 പഠിച്ച ഞാനിങ്ങനെ എന്ത് രാത്രി ഒന്നും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ബട്ട് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ വായിക്കും. പിന്നെ അവിടെ ലിറ്ററലി എനിക്ക് അറിയില്ല ഈ മസ്റ്റ് റീഡ് സാധനം ഉണ്ടെന്നൊന്നും. ഞങ്ങൾക്ക് എക്സാമിന്റെ 1 വീക്ക് മുമ്പ് അക്കാഡമിക് ക്ലബ്ബ് ഞങ്ങളെ കോളേജിലെ ഫുൾ പാസ് ഒക്കെ കുറച്ച് ടോപ്പിക് ഇടുമ്പോൾ ആ ടോപ്പിക്ക് വായിക്കാൻ തുടങ്ങി. കാരണം അത് വായിച്ചുകൊണ്ട് ജസ്റ്റ് ഫസ്റ്റ് ഇന്റർവ്യൂവിൽ പാസ്സായി പോയി. അവിടെ മെയിൻ ഹെൽപ്പ് ചെയ്തത് ലൈക്ക് എന്ത് വായിക്കണം എന്ന് ഒരു 1 വീക്ക് മുമ്പ് സീനിയേഴ്സ് ഞങ്ങൾക്ക് തന്നു, നിങ്ങളെ കോളേജിൽ നിന്ന് തരും. അതാണ് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങേ ഫോഴ്സ് പറഞ്ഞത്, നിങ്ങൾ ആദ്യം ഇത് വായിച്ചിട്ട് ബാക്കി ടോപ്പിക്ക് പിന്നെ വായിച്ചോളൂ. ആ മസ്റ്റ് റീഡ് അല്ലെങ്കിൽ വാട്ട് റീഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് മക്കളെ. അത് വായിക്കുക, എന്നിട്ട് ബാക്കി ടോപ്പിക്ക് വായിക്കുക. കാരണം ഞാൻ വീണ്ടും പറയാം, ഞങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞങ്ങളെ 58th ചേട്ടൻ പറഞ്ഞത് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇടുള്ളൂ, പാസ്സാവിലേക്ക് കൂളാണ്. അപ്പം നമ്മളെ ഫോവിയന്റെ ഒരു പ്ലാൻ എന്താണ് ഈ ഫസ്റ്റിന്? ഇപ്പൊ നമ്മളൊരു 3rd ബാച്ച് ഇറങ്ങി, November 5th ലോഞ്ച് ചെയ്യാണ്. അപ്പൊ ഇനി ഇപ്പം ഒരു 30 എന്താ പറയാ ഒരു നമ്മുടെ ഫസ്റ്റ് ഇന്റർണൽ എക്സാമിന് മുമ്പായിട്ട് എന്തെങ്കിലും ഷെഡ്യൂൾ പ്രോഗ്രാം വരും. കാരണം ഏകദേശം കോമൺ, കാരണം ഫസ്റ്റ് ഇന്റർണൽ ഏകദേശം എല്ലാ കോളേജും അപ്പർ ലിംബും മേ ബി തൊറാക്സോ ലോവർ ലിംബ് ആയിരിക്കും. നമ്മളൊരു പോളൊക്കെ ഇട്ടിട്ട് നമ്മളൊരു കോമൺ ടോപ്പിക്സിന്റെ ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡിസ്കഷൻ ആവും. ഫോർ വൺ ഓഫ് ദ മെയിൻ ഫീച്ചർ ആണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഡിസ്കഷൻ. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ സൗത്ത് ഇന്ത്യൻ മലയാളി സ്റ്റുഡൻസ്, സൗത്ത് ഇന്ത്യ ഒന്നല്ലല്ലോ, ഇപ്പൊ ഗുജറാത്തൊക്കെ നമുക്ക് പോയ സ്റ്റുഡൻസ് അല്ലേ. അപ്പം ഇന്ത്യയിലെ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു മൊമെന്റ് ഉണ്ടാവും. നിങ്ങൾ ഹോസ്റ്റലിൽ നിങ്ങൾ കാണുന്ന നിങ്ങളെ 4 റൂംമേറ്റ്സിനായിരിക്കും. അങ്ങനെയല്ല, അവിടെ കുട്ടികൾ പഠിക്കാൻ മൊമെന്റും കിട്ടുമ്പോൾ ഫസ്റ്റ് ആവറേജ് 1 മന്ത് മുമ്പ് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ essay ഡിസ്കഷൻ കാര്യങ്ങൾ. നമുക്ക് ഇക്കൊല്ലം ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് വരുന്നുണ്ട്. കാരണം നമുക്ക് അറിയാലോ, നമ്മള് എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലായത് അവർക്ക് ടൈമിന്റെ ഇഷ്യൂ, ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂ, പ്രസന്റേഷന്റെ ഇഷ്യൂ, പല ഇഷ്യൂ ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോ പേഴ്സണൽ ഇഷ്യൂ ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഫോർവേലുണ്ട്, അതൊരു എക്സാം മോഡിലാക്കിയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ഒക്കെ ചെയ്ത് ആ രീതിയിൽ നമ്മൾ അതിന്റെ നിങ്ങൾക്ക് അറിയിച്ചത് എന്താ നിങ്ങൾക്ക് വേണ്ട മിസ്റ്റേക്ക്. ഈ നമ്മുടെ ഈ ഡിസ്കഷന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാന്ന് വെച്ചാല്, ചില കുട്ടികളൊക്കെ നമ്മൾ ഈ ടെസ്റ്റിമോണിയൽസ് കളക്ട് ചെയ്ത സമയത്ത് മനസ്സിലായതാണ്, ഈ കുട്ടികൾക്ക് ഇതിലെ ഡിസ്കഷൻസ് കാണുമ്പോൾ വെറുതെ ഇരിക്കാൻ തോന്നില്ല, എന്തേലൊക്കെ അങ്ങ് പഠിക്കുക. കാരണം അതന്നെയാണ് അതിന്റെ ലക്ഷ്യം. അതിൽ നിങ്ങൾ ഫുൾ ഉത്തരം പറയണമെന്നോ ക്വസ്റ്റ്യൻ, അതെ, എന്തേലൊക്കെ പഠിക്കണം. കാരണം തിരിഞ്ഞു കളിക്കാൻ പോകുന്ന സമയത്ത് എക്സാമിന്റെ ഒക്കെ ഒരു അടുപ്പിച്ചായിരിക്കും, തിരിഞ്ഞു കളിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം കാണുമ്പോ ഇപ്പൊ പഠിച്ചേക്കാം. റൂംമേറ്റ് ആളെ ഉത്തരം ഇടുന്നത്, അല്ലെങ്കിൽ മറ്റോ എന്റെ കൂടെ ബ്രില്യന്റ് പഠിച്ചോ ആ കോളേജിന്റെ ഓന് ഇപ്പൊ ഉത്തരം ഇടുന്നു, എനിക്കിതൊന്നും അറിയില്ലല്ലോ. ആ ഒരു സാധനം അത് കിട്ടാനും വേണ്ടിട്ടാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഫോബിയ സിംഗിൾ ആയിട്ട് എടുക്കുന്നത്, രണ്ടാളെടുത്ത ഒരാളല്ലേ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കയറ്റുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ
ഷെഡ്യൂൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ആ തുടക്കം മുതൽ തന്നെ എങ്ങനെയാണ് ഫോവിയ യൂസ് ചെയ്യേണ്ടത് എന്നും എങ്ങനെയാണ് ഫസ്റ്റ് ഇന്റേണലിനോ അല്ലെങ്കിൽ ബാക്കി ഇന്റേണൽ എക്സാംസിനും പഠിക്കേണ്ടത് എന്നുള്ളതും ഈ ഒരു ഷെഡ്യൂൾ യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ദിവസം 4 ടോപ്പിക് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ 4 ടോപ്പിക്കുകളിൽ 2 ടോപ്പിക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ വീഡിയോസ് ഓൾറെഡി കാണുക, കണ്ടതിന് ശേഷം അതിന്റെ നോട്ട്സ് വായിക്കുക, റിവൈസ് ചെയ്യുക, രാത്രി സമയത്ത് ഒരു MCQ ചെയ്യുക. ഇനി അതും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതിന്റെ എസ്എ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുക. അതിന്റെ ആൻസേഴ്സും ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യും. ഡീറ്റെയിൽ ആൻസേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. ലൈക്ക് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ആസ്പെക്റ്റും ലോങ് എസ്സേസ് വിത്ത് ആൻസേഴ്സ്, അതിന്റെ ക്ലാസ് നോട്ട്, വീഡിയോ ആൻഡ് MCQs, സിംഗിൾ ഓപ്ഷൻ, മൾട്ടിപ്പിൾ ഓപ്ഷൻ, കേസ് ബേസ്ഡ്, അസേഷൻ റീസണിങ്, എല്ലാ രീതിയിലും യൂണിവേഴ്സിറ്റി ഓറിയന്റഡ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്. നമ്മൾ ആപ്പ് ഇങ്ങനെ തുറന്നിട്ട് ടാറ്റ ബൈ ബൈ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരണമല്ല. വി ആർ വിത്ത് യു ഇൻ ദിസ് ലോങ് ജേർണി. അപ്പം അതാണ് നമ്മൾ ഫോവിയ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ, നമുക്ക് ഈ വാട്ടറിയുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ, നമ്മുടെ ഒരു പ്രിന്റഡ് മെറ്റീരിയൽ ആണ് അത്. നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങണം ഈ ഫസ്റ്റ് ഇന്റേണൽ മുതൽ തന്നെ. ഇപ്പം ഒരു എക്സാമ്പിൾ അപ്പർ ലിംബ് വായിക്കുമ്പോൾ ബ്രസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് എസ്എ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതറിയണമല്ലോ. അത് നിങ്ങൾക്ക് അറിയാൻ നമ്മുടെ ഈ മെറ്റീരിയൽ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെ, ഏത് രൂപത്തിലാണ്, ഏത് ക്ലിനിക്കൽ എസ്സേസ് എന്നൊക്കെ പറയും നമ്മൾ. ഇപ്പം ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ക്ലിനിക്കൽ എസ്സേ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇതിലെ സബ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. ഇപ്പൊ ചിലപ്പം ചോദിക്കും ആക്സിലിനെ കുറിച്ച് ഒരു വട്ടം ചോദിച്ചാലേ. അപ്പൊ എസ്സേ എങ്ങനെയാണ്, ആക്സിലായിരുന്നു എസ്സേ. അപ്പൊ ഇവരെല്ലാരും ആക്സിലാന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുക ബ്രസ്റ്റ് ലിംഫാറ്റിക് ഡ്രെയിനേജാ. അപ്പോൾ ക്വസ്റ്റ്യൻ മൊത്തം ആക്സിലറി ലിംഫ് നോഡും ബൗണ്ടറീസ് ഓഫ് ആക്സില ആയിരുന്നു. അപ്പം അവർ കുറച്ച് അങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് ലൈക്ക് സോ നമ്മളും ആ ടോപ്പിക് ബുക്കിലുള്ള കുറെ ന്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് മാക്സിമം കവർ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിക്കേണ്ടതെന്നൊക്കെ. ഇപ്പൊ ബ്രസ്റ്റിനൊക്കെ ഇങ്ങനെ എസ്സേ ചോദിക്കില്ല, ഒരു 40 year അല്ലെങ്കിൽ 60 year old ഫീമെയിൽ പ്രസന്റ് വിത്ത് ലംബ് ഇൻ ദ ബ്രസ്റ്റ്. അപ്പം ഡയഗ്നോസ് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഡയഗ്നോസ്, വിത്ത് പ്യൂഡി ഓറഞ്ച് ആ അപ്പിയറൻസ് ഒക്കെ തന്നിട്ട് ഡയഗ്നോസ് എന്താ, ബ്രസ്റ്റിന്റെ എക്സ്റ്റെന്റ് എന്താ, അതിന്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്താ, ബ്ലഡ് സപ്ലൈ എന്താ. ബ്ലഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ ആർട്ടീരിയലും വീനസ് ഡ്രെയിനേജ് എഴുതണം എന്ന് ഓർമ്മ വേണം. എന്നിട്ട് ലാസ്റ്റിന്റെ ക്ലിനിക്കൽ ആസ്പെക്ട് എഴുതാൻ ചോദിക്കും. അപ്പൊ ആ രീതിയിൽ, അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ നിപ്പിളിലുള്ള കോംപ്ലക്സ് എന്താ, മോൺഗോമറി ട്യൂബർക്കിൾ എന്താ, ആ രീതിയിലൊക്കെ അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ടർ റീഡിലും ഉണ്ട്, നിങ്ങൾക്ക് എസ്എന്റെ ബുക്കിലും ഉണ്ട്. അതിന്റെ ആൻസേഴ്സ് എസ്എ ഡിസ്കഷനിൽ നമ്മൾ എന്താ ഹാർഡ് കോപ്പി അല്ല എസ്എ ഡിസ്കഷനിലും ഉണ്ട്. പിന്നെ കുട്ടിക്ക് ഈ പ്രാക്ടിക്കൽ ഡിസെക്ഷൻ ആവുമല്ലോ കുറെ കോളേജില്, അത് ഭയങ്കര എനിക്ക് ചെയ്യാൻ കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്ന നിറവ് കിട്ടുന്നില്ല, നിറവ് കട്ടായി പോണ്, എന്തൊക്കെയാണ്. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മാഡത്തിനോട് ചോദിച്ചത്, നമ്മളെ ഒരു സീൻ മാഡായിട്ട് നമ്മളെ കോളേജിൽ, മാം നിറവ് എങ്ങനെയാ മനസ്സിലാവുക, എന്റെ അമ്മയെ എന്റെ നിർത്തി പഠിച്ചില്ല. ഞാൻ മാം എന്താ പൊട്ടനാ ചോദിച്ചത്, എന്നാലൊരു പാവല്ലേ ഞാൻ ചോദിക്കുമ്പോ ഫസ്റ്റ് ഞാൻ ഡിസെക്ട് ചെയ്തിട്ടൊന്നല്ല അങ്ങോട്ട് കയറി വരുന്നത്. ഇങ്ങനെ നിർത്തി പിടിച്ചു. ഞാൻ എന്താ ചോദിച്ചത്, നെർവെന്താ മഞ്ഞ കളറില്ലാത്ത വെള്ള കളർ എന്തോ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു, പൊട്ടത്തിനാണ് എനിക്കറിയാം. അല്ല അപ്പം അത് നമുക്ക് നെർവ് പൊട്ടും, നെർവ് കട്ടായി പോവും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ അത്രേ കിട്ടുന്നുള്ളൂ, എനിക്ക് സ്കില്ലില്ല. ആകെ ജീവിതത്തിൽ ഒരു ദിവസം എനിക്കത് പിടിച്ചിട്ടുണ്ടാവും, എനിക്ക് സ്കില്ലില്ല, എനിക്കിത് പറ്റൂല, ടെൻഷൻ ആവുന്നു, എനിക്കത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, മാഡം എന്തൊക്കെ പറയുന്നു. കുട്ടികള് ഡിസെക്ഷന്റെ തുടക്ക സമയത്തൊക്കെ എല്ലാരും ഭയങ്കര പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അത് ഓരോ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർക്ക് അതിലോട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി, ഭയങ്കര ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാൻ. ഇനിയിപ്പോ അത് നെർവ് പൊട്ടെന്ന് വിചാരിച്ചില്ലെങ്കിൽ ഞാൻ ഡിസെക്ട് ചെയ്താൽ കൊള്ളാവെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കണോ? ഒരിക്കലും ഇല്ല. ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുന്ന കുട്ടി ആബ്സെന്റാ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, കേറി കൂടി ചെയ്യാം. അതൊരു ചോദ്യം പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ അങ്ങ് ചെയ്ത് നോക്കുക. കാരണം ഇതൊക്കെ ഇവിടെ കിട്ടുള്ള അവസരം, പിന്നെ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ ഇങ്ങനത്തെ അവസരം. അതെ അതെ. പിന്നെ നിങ്ങൾക്ക് ഔസർജൻസിന്റെ സമയത്ത് ലൈവ് ടിഷ്യൂല് തുന്നാൻ കിട്ടുള്ളൂ, അവസരം കിട്ടുള്ളൂ. അതുവരെ 4 വർഷം ശരിക്കുള്ള ബോഡി മേലെ നിങ്ങൾക്ക് ഒരു ക്ലിനിക്കൽ പരിപാടി ഒന്നുമില്ല. മനസ്സിലായോ? ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ ഡെഡ് ബോഡിയുടെ മേലെ നിങ്ങൾ ചെയ്യുന്നു, ഔസർജൻസിയുടെ സമയത്ത് ജീവനുള്ള ബോഡിയുടെ മേലങ്ങൾ എന്തെങ്കിലും തുന്നല് ചെറിയ സാധനങ്ങളെ ചെയ്യാണ്ടാവുള്ളൂ, അത് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ പോയി ചെയ്ത് നോക്കുക. പെർഫെക്റ്റ് ആവാൻ കഴിയില്ല, പെർഫെക്റ്റ് ആയാലേ ഞാൻ പോവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയാലേ ഞാൻ ഉത്തരം പറയുള്ളൂ. പ്രസന്റേഷൻ എടുക്കണേ പെർഫെക്റ്റ് ആണോ, ഞാനൊരു ഷോർട്ട് എക്സാമിന് പഠിക്കണേ പെർഫെക്റ്റ്, അങ്ങനെ പരിപാടി ഒന്നുമില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാ, പോവാ, അതിന് മിസ്റ്റേക്ക് കണ്ടുപിടിക്കുക, ബി ബെറ്റർ, അത്ര മാത്രമേ. ടെൻഷൻ ആവാതെ നോക്കുക. കാരണം ഇപ്പൊ തന്നെ സ്ട്രെസ് എടുക്കാൻ തുടങ്ങി ഇനി എന്തൊക്കെ നടക്കാനുണ്ട് അല്ലേ. ഇതിപ്പോ ഒരു ചെറിയൊരു ഫേസ് ആണ്. ഈ ഫേസിൽ തന്നെ തുടക്കത്തിൽ നമുക്ക് ആ പേസ് കിട്ടുന്നില്ല, ട്രാക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് നോർമൽ, വളരെ നോർമലാണ്. അത് മനസ്സിലാക്കിയിട്ട് സ്മാർട്ടായിട്ട് എന്തൊക്കെ പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഓറിയന്റഡ് ആകുക. കുറെ പഠിക്കാനുണ്ട്. പിന്നെ ഒരുപാട് നീട്ടിപ്പരത്തി വായിക്കും ചെയ്യരുത്. എപ്പോഴും പറയുന്ന ഒരു സാധനം, നിങ്ങൾക്ക് അനാട്ടമിയിൽ ഐനെ കുറിച്ച് പഠിക്കാണ്ട്, ഫിസിയോളജിയുടെ ഐനെ കുറിച്ച് പഠിക്കാണ്ട്. ഇത് പഠിക്കാൻ ഏകദേശം ഒരു 3 മണിക്കൂർ മതിയില്ല, മാക്സിമം 3 മണിക്കൂർ.
ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക്. പക്ഷേ തേർഡ് ഇയർ എത്തുമ്പോൾ ഈ ഐ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റാണ്, ഒരു വർഷം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ എവിടെ പഠിച്ച് നിർത്തണം എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തേർഡ് ഇയറിൽ പഠിക്കുന്ന പോലെ ഐനെ കുറിച്ച് പഠിക്കാൻ പോയാൽ തീരൂല. അവിടെ നിങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ട് നിർത്തണം. അത്ര ഐ ഫസ്റ്റ് ഇയറിൽ അറിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മൾ വരും സമയങ്ങളിൽ അറിയും. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് A to Z ഫുള്ള് പഠിക്കാൻ നിൽക്കണ്ട. എന്താണ് ഇമ്പോർട്ടന്റ് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളി, നോളജ് ബിൽഡ് ചെയ്തോളും. ഓക്കെ. വേറെ കുട്ടികൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പം ഫോവിയ ഓൾറെഡി ക്ലാസ് ഒക്കെ കണ്ട് ചില ക്ലാസ് കിട്ടുന്നില്ല, ഓൾറെഡി സമയമില്ല രാത്രി, അപ്പൊ ഫോവിയ എടുക്കുന്നതുകൊണ്ട് ഒരു എക്സ്ട്രാ ബേർഡൻ അല്ലേ? ഇപ്പൊ എടുക്കാതിരിക്കാനും കഴിയുന്നില്ല. കാരണം ഇങ്ങനെ കുറെ കുട്ടികൾ ഫോവിയയിലേക്ക് കൊല്ലം നല്ല കുട്ടികൾ വരുന്നുണ്ട്, കഴിഞ്ഞ കൊല്ലത്തേക്കാളും അഡ്മിഷൻ റേറ്റ് കൂടുതലാണ്. ബട്ട് കുട്ടികൾ പിയർ പ്രഷർ ഉണ്ട് ഫോവിയ എടുക്കാൻ വേണ്ടി. പക്ഷെ കുട്ടിക്ക് തന്നെ പേടി, ഇത് എടുത്താൽ സമയം കിട്ടുമോ, വേസ്റ്റ് ഓഫ് ടൈമും വേസ്റ്റ് ഓഫ് മണി ആണോ? എന്താ അഭിപ്രായം? എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊന്ന് സ്വയം ഇവാലുവേറ്റ് ചെയ്യുക വെദർ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് വേണോ വേണ്ടെന്നുള്ളത്. ഒറ്റക്ക് പഠിച്ച് നല്ല ബ്രില്യൻ്റ് ആയിട്ട് ഒറ്റക്ക് വായിച്ച് മനസ്സിലാവുന്നുണ്ട്, കണ്ടന്റ് മനസ്സിലാവുന്നുണ്ട്, ചെറിയ എക്സാം നടത്തുമ്പം ആൻസർ പറയാൻ കിട്ടുന്നുണ്ട്, ആൻസർ മാർക്ക് കിട്ടുന്നുണ്ട്, വലിയ സപ്പോർട്ടൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഒറ്റക്ക് പഠിക്കാൻ തോന്നുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് തന്നെ പഠിക്കുക, ഇറ്റ് ഈസ് ഇനഫ്. അങ്ങനെ ഒരു ഫോവിയ പോലത്തെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പഠിക്കാനിരിക്കുമ്പം ഇങ്ങനെ റീലൊക്കെ കണ്ടുപോകുന്നുണ്ട്, സമയം എടുക്കുന്നുണ്ട്, പഠിക്കാൻ ഒരു ചെറിയ ടോപ്പിക്ക് പഠിക്കാൻ തന്നെ 3-4 മണിക്കൂർ എടുക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ വായിച്ചത് മറക്കുന്നു, മനസ്സിലാവുന്നില്ല, എങ്ങനെയാണിത് പരിപാടി എന്ന് മനസ്സിലാവുന്നില്ല, 3-4 ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നു, ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല, അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോവിയ പോലത്തെ ഒരു സപ്പോർട്ട് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും, നല്ല ബെനിഫിറ്റ് ആയിരിക്കും. കാരണം നമ്മുടെ അതിലെ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഇപ്പം ഈ 4 മണിക്കൂർ എടുത്ത് ബ്രേക്കിയൽ പ്ലെക്സസ് പഠിക്കുന്ന കണ്ടന്റ് 4-5 മണിക്കൂർ എടുത്തൊരു കുട്ടി ആദ്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കുന്ന സമയത്ത് ഇവർ 1 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടന്റും കൺസെപ്റ്റും എന്താന്നുള്ളത് മനസ്സിലാക്കി കഴിയും. പിന്നെ അവൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക അല്ലെങ്കിൽ നോട്ട് വായിക്കുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. അപ്പൊ സമയം ലാഭം ശരിക്കും നടക്കുന്നത്. 4 മണിക്കൂർ എടുത്ത് ഈ ടോപ്പിക് മുഴുവൻ വായിച്ച് അങ്ങനെ ചിന്തിക്കില്ല. കുട്ടികൾ ചിന്തിക്കുക ഞാൻ വീഡിയോ 1 മണിക്കൂർ വേണ്ടാന്ന് നേരം കൊണ്ട് വായിച്ച് തീർക്കാം. അതെ, അങ്ങനെ വായിച്ച് തീരില്ല, വായിച്ച് തീരുമായിരിക്കും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അത് പഠിത്തമായിട്ടുണ്ടാവില്ല, സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണ് റൂട്ട്, എന്താണ് ട്രങ്ക്, എന്താണ് കോഡ്, ഇതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അത് പ്രോപ്പർലി അത് മനസ്സിലായി അതിന്റെ ക്ലിനിക്കൽ ആസ്പെക്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ സംഭവം നിങ്ങളിങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറഞ്ഞിരുന്ന പോലെ മലയാളത്തിൽ നിങ്ങളെ പഠിപ്പിച്ചു തരുമായിരിക്കും ഫോവിയ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ഇപ്പൊ 2x കാണുകയാണെങ്കിൽ 1.5x കാണുകയാണെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് തീരും ആ കണ്ടന്റ്. അപ്പൊ അങ്ങനെ ശരിക്കും സമയം ലാഭമാണ്. എന്നിട്ട് വായിക്കേണ്ട എന്നല്ല, ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ഇനിയിപ്പോ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കോളേജിൽ അടിപൊളി ക്ലാസ് ആണ്, ക്ലാസ് ഒക്കെ മനസ്സിലായി, ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്തോ ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ടോപ്പിക് ആദ്യം മനസ്സിലാവണം, നമ്മൾ അത് കാണാണ്ട് വൃത്തിക്ക് പഠിക്കണം. എക്സാമുകൾ പോയിട്ട് നമുക്കത് ഓർമ്മ വേണം. ഇത്രയൊക്കെ ഓർമ്മ ഉണ്ടായാലും അത് വൃത്തിക്ക് പ്രസന്റ് ചെയ്താലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ആ 4 കടമ്പ കടന്നാലേ അവിടെ മാർക്ക് കിട്ടുള്ളൂ. അതിൽ ഏറ്റവും ബേസിക്സ് ആണ് നമ്മൾക്ക് കാര്യം മനസ്സിലായി പഠിക്കാന്നുള്ളത്. അപ്പം ഇപ്പൊ ബേസിക്കലി ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് കോളേജ് മനസ്സിലായി പഠിച്ചു, നോട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിന് മാത്രം ഫോവിയ ആപ്പ് ആ ടോപ്പിക്കിന് യൂസ് ചെയ്യാം. നിങ്ങൾ ആ ടോപ്പിക്കിന് വീണ്ടും വീഡിയോ കാണണമെന്നില്ല. എന്താണോ നിങ്ങൾക്ക് ലാക്കിങ് അതിന് വേണ്ടി നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യാം. അല്ലാണ്ട് ബ്രേക്കിംഗ് ഫ്ലെക്സസിന് കോളേജിന്റെ വീഡിയോ ഡിസെക്ഷൻ ഹാളിലും കണ്ട് ഫോവിയയിലെ വീഡിയോ കണ്ടാലേ ഞാൻ പാസ്സാവുള്ളൂ, അങ്ങനെയല്ല. എന്താണോ ലാക്കിങ് അതിന് വേണ്ടി യൂസ് ചെയ്യാം. മനസ്സിലാക്കി പഠിക്കാനും സമയ ലാഭത്തിനുമാണ് ശരിക്കും ഫോവിയ. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ സമയം കിട്ടുന്നില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. ഈ ഫോവിയയിലെ മുഴുവൻ കണ്ടന്റ് 100 ദിവസം കൊണ്ട് നമ്മുടെ 100 ഡേ പവർ പാക്ക് ഷെഡ്യൂൾ ഉണ്ട്, അങ്ങനെ തീർക്കുന്ന കുട്ടികളുണ്ട്. സൂപ്പർ 30ക്ക് അവസാനം ജോയിൻ ചെയ്തിട്ട് 30 ദിവസം കൊണ്ട് തീർക്കുന്ന കുട്ടികളുണ്ട്. 500 വീഡിയോസ് ഉണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പരീക്ഷ പാസ്സാകാത്ത കുറെ കുട്ടികൾ വരും. ഫോവിയ എന്ന് 1 വർഷം കഴിഞ്ഞിട്ടാ പിന്നെ അവർ വരിക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ കുട്ടികൾ വരും, ഒന്ന് ഫോവിയ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് തരും. അവർ 19 ദിവസം കൊണ്ട് ഈ സാധനം മുഴുവൻ ഫസ്റ്റ് ഇയർ സിലബസ്. മക്കളെ റിസൾട്ട് വന്നിട്ട് 3 വീക്കിനുള്ളിലാണ് നമുക്ക് കേരളത്തിലേക്ക് എക്സാം വരിക. അപ്പൊ ഇപ്പം ശരിക്കും സത്യം പറയുകയാണെങ്കിൽ നല്ല സമയമാണ് നിങ്ങൾക്ക്. ഇപ്പോഴും നിങ്ങൾ സമയമില്ലാന്ന് പറയുമ്പോൾ ആലോചിക്കണം, ഇനി വരാൻ പോകുന്നത് പിക്ചർ അബി ബാക്കി എന്ന് പറഞ്ഞ പോലെ ഇനി കുറെ വർക്ക്സും കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യാം. അപ്പൊ ഈ സമയത്ത് തന്നെ സ്മാർട്ടായിട്ട് എന്താ പഠിക്കേണ്ടത്, പഠിക്കാൻ എളുപ്പമുള്ള സ്മാർട്ട് വേസ് നോക്കുക. ആൻഡ് ഓൾസോ ഫോവിയയിൽ ഏറ്റവും യുണീക് സാധനം എന്താ? നോട്ടാണോ, MCQ ആണോ, വീഡിയോ ആണോ, മെന്റർഷിപ്പ് ആണോ? എന്താ നിങ്ങൾക്ക് ഏറ്റവും യുണീക്ക് ആയിട്ട് കുട്ടി ഉപയോഗിക്കണം തോന്നുന്നു? ഒന്ന് മലയാളത്തിലുള്ള ക്ലാസ്സസ് ആണ്, അത് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. പിന്നെ മെന്റർഷിപ്പ് ആണ്, നമ്മുടെ എങ്ങനെ ഇപ്പം ഹൗ ടു സ്റ്റഡി എന്നുള്ളത് പറഞ്ഞുതരാൻ. കണ്ടന്റിന്റെ ഒരു ചാക്ക് നമുക്ക് പല സ്ഥലത്തു നിന്നും കിട്ടും. അതൊരു ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു എക്സാമിന്
ടൈലർ ചെയ്തിട്ടുള്ളൊരു കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ അത് ഹൗ ടു സ്റ്റഡി എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാണ്. ആ ഒരു മെന്റർഷിപ്പ് കിട്ടുന്നുണ്ടാണ്. ഫോവിയുടെ ആ മെന്റർഷിപ്പ് പ്രോഗ്രാമും കൂടി വരുമ്പോഴാണ് നമ്മളൊന്ന് ഇതായി മാറുക, എന്താ പറയുക, ട്രാക്ക് പ്രോഗ്രാമിലാണ് നമ്മൾ അക്കാഡമിക് മീറ്റിംഗ് മീറ്റിംഗ്സ് എല്ലാ കുട്ടികളും ഒരു മന്ത്ലി 2 തവണ രീതിയിൽ അക്കാഡമിക് മീറ്റിംഗ് നമ്മളെ ഈ 4 ഫൗണ്ടർമാര് പിന്നെ നമ്മളെ ബാക്കി മെന്റേഴ്സ് എല്ലാം കൂടി ആയിട്ട് അക്കാഡമിക് ഡിസ്കഷൻ ഉണ്ട്. ആ ഡിസ്കഷൻ നടത്തുന്ന മെന്റേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്തൊക്കെ ടെൻഷൻസോ കാര്യങ്ങളോ എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. അവർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കെയർ വേണമെന്നുണ്ടെങ്കിൽ സീനിയർ മെന്റേഴ്സിനെ അവർ നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തരും. അവരുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ അക്കാഡമിക് മീറ്റിംഗിൽ കയറാം. കാരണം നമ്മൾ 15 ഡേയ്സ് കൂടുമ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു മെന്റർ വിത്ത് നിങ്ങൾ എല്ലാ കുട്ടികളും ഓൺലൈനായിട്ട് സംസാരിക്കാം. അപ്പം കാരണം ആ സമയത്ത് ആ ഫേസിൽ നിങ്ങൾക്കുള്ള എല്ലാ ബുദ്ധിമുട്ടും ഈ മെന്റർ വിത്ത് ഒരു 6-7 years ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതാണ് മെയിൻ ഫീച്ചർ. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു 2 ആഴ്ച നിങ്ങളൊന്നും പഠിച്ചിട്ടേ ഉണ്ടാവില്ല, എന്തൊക്കെയോ നടക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് കിട്ടുമ്പോൾ പഠിക്കാനുണ്ടല്ലോ ഒരു മറ്റേ ബെല്ലൈക്കണാണത്. എനിക്ക് പഠിക്കാനുണ്ട്. അത് ആ തോന്നൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ടെൻഷൻ ആവാൻ വേണ്ടിയിട്ടൊന്നല്ല, ഐഡിയ കിട്ടാൻ എങ്ങനെ ഇതിലൂടെ പോകണം എന്നുള്ള. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമുക്ക് പല രീതിയിലും വളഞ്ഞും കുളഞ്ഞും പല രീതിയിൽ ഇതിലൂടെ പോയി കഴിച്ചിലാകാം. ഒരു റൂട്ടിലേക്ക് കുറച്ച് സമാധാനത്തോട് കൂടി സുന്ദരമായി അങ്ങോട്ട് എത്താവുന്ന വഴിയേ എത്താവുന്ന ദൂരേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു ടൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ടൂറിൽ നമുക്ക് ആൾക്കാരോട് ചോദിച്ച് ഇങ്ങനെ പോവുക. പക്ഷെ പല വഴികളിലൂടെ ഒക്കെ തിരിഞ്ഞാ പോവുക. ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്താൽ ചിലപ്പോൾ അത് കറക്റ്റ് നല്ല വഴി കാണിച്ചു തരും. ഗൂഗിൾ മാപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട്. പക്ഷെ ഗൂഗിൾ മാപ്പ് ഇടക്ക് പണി തരുന്ന പോലെ ഫോവിയ പണി തരില്ല. ഫോവിയൻ്റെത് നിങ്ങൾക്ക് ഹെൽപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഗൂഗിൾ മാപ്പ് നോക്കി എന്താ പറയാ, നെറ്റ് ഓഫ് ആക്കിയിട്ട് ഗൂഗിൾ മാപ്പ് ഫോവിയ വൃത്തിക്ക് വാങ്ങി വെച്ചാൽ ഞാൻ രക്ഷപ്പെടും. ഗൂഗിൾ മാപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് അത് വഴി കാണിച്ചു തരണമെന്നില്ല. അതില് ചോദിക്കണം, പോകേണ്ട സ്ഥലം എവിടാന്നുള്ളത് ചോദിക്കണം. അല്ലാതെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ പൈസയും കൊടുത്ത് ഇങ്ങനെ കുത്തിരുന്നിട്ടേ ഞാൻ ഫോവി എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ഇയർ പാസ്സായിരിക്കും എന്ന് വിചാരിച്ചിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അത് യൂസ് ചെയ്യണം. യൂസ് ചെയ്താൽ മാത്രമേ ഡെസ്റ്റിനേഷൻ. യൂസിന്റെ ഒരു ഭാഗമാണ്. വീഡിയോ കാണുന്നത് മാത്രമല്ല, ഗ്രൂപ്പിലെ ഡിസ്കഷനിൽ പങ്കാളികളാവും പോലും അതിന്റെ യൂസിന്റെ ഭാഗം. ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും, ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ. അതിനു പുറമെ ഇതിൽ വേറൊരു ആസ്പെക്ട് ആണ് ഈ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. എക്സാമിന് എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഇത് നമ്മുടെ ഈ അക്കാഡമിക് മീറ്റിംഗ്സിലൊക്കെ കയറുമ്പോഴേ നമ്മൾ പറഞ്ഞുതരുള്ളൂ. അപ്പൊ വീഡിയോ ക്ലാസ്സിൽ നമുക്ക് ഇത് ഇങ്ങനെ പ്രസന്റേഷനോ പോലെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഹൗ ടു റൈറ്റ് എക്സാം എങ്ങനെ എഴുതണം അത് നമ്മൾ അക്കാഡമിക് മീറ്റിംഗ്സിലായിരിക്കും പറയാം. അതോടൊപ്പം തന്നെ ഈ MCQs നിങ്ങൾ ചെയ്ത് നോക്കിയാലല്ലേ MCQന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ തെറ്റിക്കണമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഷെഡ്യൂൾ പ്രോഗ്രാംസിലെ MCQs മെറ്റീരിയൽ 10-12,000 MCQs ആപ്പിളിനുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫോവിയ 1 എന്ന് പറഞ്ഞ ഷെഡ്യൂൾ പ്രോഗ്രാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മൾ അതിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ അത് നിങ്ങളെ കൊണ്ട് യൂസ് ചെയ്യിപ്പിച്ചിരിക്കും. ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തും. ചെയ്യേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്, അത് ഫോളോ ചെയ്യേണ്ടത്. അത് കൂടാതെയാണ് നമ്മളൊരു ഫോവിയുടെ ഒരു MCQ ബുക്ക്. കാരണം നമ്മളെ കോഴിക്കോട് ബാച്ച് ടോപ്പർ, അപ്പൊ അവൾ എനിക്ക് ടെസ്റ്റ് മോളിൽ അയച്ചിരുന്നു. പക്ഷെ അവൾ പറഞ്ഞു 82% പറഞ്ഞു എന്റെ ഒരു പ്രധാനമായിട്ട് ഫോവിയ യൂസ് ചെയ്തത് MCQ മെറ്റീരിയൽ ചെയ്യാനായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ആ ലെവലാകുമ്പോൾ അവർക്ക് കോളേജിന്റെ ക്ലാസ്സിന്റെ നോട്ട്സിന്റെ ഒക്കെ സെറ്റാണ്. ഷി വാസ് ലാക്കിംഗ് MCQ മറ്റേ എബിലിറ്റി. അപ്പം ആ MCQ ചെയ്ത് പഠിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ഓറിയന്റഡ് MCQ മക്കളെ, അതിനുവേണ്ടി ഫോവിയ ആപ്പ് പിന്നെ ഫോവിയുടെ ഫോവിയ 1 ബുക്ക് വാങ്ങി MCQ ചെയ്തു. ബാച്ച് ടോപ്പർ ഓഫ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അപ്പൊ അതുപോലെ പല ടോപ്പേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ മിസ് ചെയ്യുന്നത് അതിനുവേണ്ടി ആപ്പ് യൂസ് ചെയ്യാം. സോ അത്രേ ഉള്ളൂ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ടെൻഷൻ അടിക്കാതെ നോർമൽ. നമ്മളൊക്കെ ബുദ്ധിമുട്ടിട്ടില്ല ഫസ്റ്റ് ഇയറിൽ. പിന്നെ ഒരുപാട് എന്തൊക്കെയോ പഠിക്കുമായിരുന്നു. എന്താ പഠിക്കേണ്ടതെന്നുള്ള ഡയറക്ഷൻ ഇല്ലായിരുന്നു. എങ്ങനെയൊക്കെയോ പഠിക്കുന്നു. പഠിച്ചോടെ കുതിരത്തോട് പാസ് അല്ലേ, കുറെ ഭാഗ്യം രക്ഷപ്പെട്ടല്ലേ. അത് മാക്സിമം ഒഴിവാക്കുക. ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. സ്മാർട്ടായി ഇൻവെസ്റ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.